സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാം. അതിന് എന്തെല്ലാമാണ് വേണ്ടത് എന്ന് നോക്കാം. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 കഷ്ണം ഇഞ്ചി, 5-6 വെളുത്തുള്ളി. ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. തക്കാളി ഇങ്ങനെ മുറിച്ച് വയ്ക്കാം. പാൻ വെച്ച് പാൻ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് പകുതി സവാള മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇതും ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഒരു ടീസ്പൂൺ കൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, മുളക് പൊടി ഇട്ട് കൊടുക്കാം, ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുക്കാം, ഉപ്പിട്ട് കൊടുക്കാം. എല്ലാതും കൂടി ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ മുറിച്ച് വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. എന്നാലേ അതിൻ്റെ പച്ചമണം പോവുകയുള്ളൂ. എന്നാലേ ചട്നിക്ക് സ്വാദുണ്ടാവുകയുള്ളൂ. തക്കാളിയിലുള്ള വെള്ളമെല്ലാം വറ്റി വരണം. ഇനി ഇതൊന്ന് മൂടി വയ്ക്കാം. ഇനി ഒന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കാം. വെള്ളം കുറച്ചുകൂടി വറ്റാനുണ്ട്. ഇത് നല്ലതുപോലെ ഡ്രൈ ആകുമ്പോൾ ചട്നിയുടെ സ്വാദ് കൂടും. തക്കാളി ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനും പറ്റും. ഇനി ഒന്നുകൂടി മൂടി വയ്ക്കാം. ഇതിലുള്ള വെള്ളമെല്ലാം വറ്റി വരുന്നുണ്ട്. എണ്ണ കൂടുതൽ ഒഴിച്ചതാണെങ്കിൽ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ടാകും. ഞാൻ വളരെ കുറച്ച് എണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ.
ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് തണുത്ത ശേഷം അരച്ചെടുക്കാം. നല്ലതുപോലെ അരഞ്ഞിട്ടുണ്ട്. ഇനി ഇത് വറുത്തിടാം. പാൻ വെച്ച് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അരച്ചെടുത്ത ചട്നി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ ഇളക്കി സ്റ്റൗ ഓഫ് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.